ഹലോ ഗൈസ്, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ കുഞ്ഞിപ്പെണ്ണീൻ്റെ ബർത്ത്ഡേ ആണ്. തിരക്ക് പിടിച്ച ദിവസമാണ്. രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുള്ള പരിപാടികളാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേന് എല്ലാ പണികളും ചെയ്ത് സെറ്റാക്കണ്ടേ, അല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. രാവിലെ തന്നെ ചോറിനുള്ള വെള്ളം, പിന്നെ പുട്ടും കറിയും ഉണ്ടാക്കി രാവിലെ. അതാണല്ലോ എളുപ്പം. പരിപാടി ദിവസങ്ങളിലൊക്കെ നമുക്ക് പുട്ടാണ് എളുപ്പം. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കി. ചിക്കൻ കായം തേച്ച് വെച്ചിട്ടുണ്ട്, അത് തലേ ദിവസം ചെയ്തു വെച്ചതാണ്. അപ്പോൾ അത് പൊരിച്ച് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. ബലൂണൊക്കെ ഊതി വീർപ്പിക്കലൊക്കെ നമ്മൾ തന്നെയാണ്. ഡെക്കറേഷൻ പരിപാടികളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയ പരിപാടിയല്ലേ, അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി നമ്മൾ ചെയ്യാം. ചെറിയ പരിപാടിയാണെങ്കിലും പണിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ പായസം, ചിക്കൻ വറുത്തത് ഒക്കെ നമ്മൾ വീട്ടിൽ സെറ്റാക്കണം. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അട വാങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അതാ ഇവിടെ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് അത് പൈപ്പുമ്മേൽ ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ തന്നെ അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്യാണ്. പന്തലിടുന്നുണ്ട്, അഥവാ മഴ പെയ്യുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വീടിനുള്ളിൽ സൗകര്യം കുറച്ച് കുറവാണ്, അപ്പോൾ എല്ലാവർക്കും കൂടി നിന്ന് തിരിയാനുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പന്തലിട്ട്. എന്നാന്നിട്ട് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് ബർത്ത്ഡേ ഗേൾ. അപ്പോൾ എൻ്റെ ഗിഫ്റ്റാണത്, സൈക്കിള്. അതുമേലാണ് അവൾ ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ട് അവൾക്ക് നല്ലോണം വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ മുതൽ അതുമ്പോൾ തന്നെയാണ് സംഭവം. അവൾ ബലൂണിൻ്റെ ഇടയിലും കുളിച്ച് റെഡിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവൾ കിടന്ന് കുത്തിത്തിരങ്ങണത്. എല്ലാം നമ്മൾ ശനിയാഴ്ച രാവിലെയായിട്ട് ചെയ്യുന്നത്. അതായത് ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെയാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത്. ചിക്കൻ്റെ പരിപാടി മാത്രമേ നമ്മൾ തലേ ദിവസം കഴിച്ച് വെച്ചിട്ടുള്ളൂ. അതും കായം തേക്കൽ മാത്രം. ബാക്കി എല്ലാ പരിപാടിയും അന്ന് തന്നെയാണ് ചെയ്തത്. രാവിലെ നേരത്തെ നീച്ചതുകൊണ്ട് തന്നെ എല്ലാ പണികളും സ്മൂത്തായിട്ട് നേരത്തെ കഴിയുകയും ചെയ്തു. പിന്നെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തുടക്കലും മടിക്കലൊക്കെ ചെയ്യാൻ. എന്താണ്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ഫുള്ളായിട്ടുണ്ട് വൃത്തിയാക്കി ഇട്ടാൽ മതി. ഞാൻ ഫോണും പിടിച്ച് നിൽക്കണം കേട്ടോ, മറ്റാൾ നോക്കി നിൽക്കുന്നത്. അതിലേക്ക് എന്നെ നോക്കി നിൽക്കണം. ഫോട്ടോ എടുക്കേണ്ടതെന്നാണ് അവളെ വിചാരം. അതുകൊണ്ടാണ് ആ പോസ് ചെയ്ത് കാണിച്ചു തരുന്നത്. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ എൻ്റെ ആങ്ങള തന്നെയാണ് കേട്ടോ. ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞേ. അത് അവനെ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ വീട്ടിലെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. എല്ലാവരെയും വന്നവരൊക്കെ കുറേ അകത്ത് നിൽക്കുന്നുണ്ട്, കുറേ പേര് പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിക്കണം. ഇതെൻ്റെ അനിയത്തി കേട്ടോ. പിന്നെ അപ്പോൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഓരോരുത്തരെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ വിളിച്ചാൽ ഒരാളുണ്ടാവില്ല, ഒരാളെ നോക്കിയാൽ മറ്റാളുണ്ടാവില്ല. അപ്പോൾ അതാ അവളുടെ പിമ്മയും കൂടി അവളുടെ കൈ പിടിച്ച് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാണ്. അവർ കൊടുത്തതിന് ശേഷം പിന്നെ വൈക്കും വൈത്താലെ കുറേ പേര് കൊടുത്തു. വന്നവരൊക്കെ ഓരോ കഷ്ണം കേക്ക് അവളെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവൾ വലിയ കടിയും പിടിച്ചിട്ടുണ്ട്. കുറേ തിന്നിട്ടുണ്ട് കേട്ടോ അവൾ. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഗിഫ്റ്റൊന്നും ഇതിൽ ഞാൻ കാണിക്കണില്ല. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ? അടിപൊളിയായിരുന്നല്ലേ? നമ്മൾ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറവുകളുണ്ടാവും, പക്ഷെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കാൻ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും കേക്ക് വായിൽ വെച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. നാത്തൂൻ്റെ പിമ്മയാണ് കേട്ടോ അത് കേക്ക് കൊടുക്കുന്നത്. ഇത് എൻ്റെ പിന്, ഇത് അനിയത്തിയാണ്. മൂത്തന്മാരും ഒക്കെ ഉണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഒരു തലക്കെ കൊടുക്കട്ടെ. ഭക്ഷണത്തിലുള്ള സെറ്റിങ്സൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊന്നും ഭക്ഷണം കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ സൈഡായി. ചെറിയ പരിപാടിയാണെങ്കിലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് എല്ലാവരും പോയി വീടൊക്കെ വൃത്തിയാക്കി വരുമ്പോഴത്തേന് തന്നെ നമ്മൾ സൈഡാവും. പിന്നെ രാത്രി നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ കുറേ നേരം ഇരുന്നിട്ടൊക്കെ അന്വേഷിച്ചിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാ ഭയങ്കര ഗംഭീര സംസാരത്തിലാണ്. അവിടെ കോമഡി പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്.
നല്ല ഇടിമഴയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ വന്നിരുന്ന് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.